നമസ്കാരം. സഭാവിശേഷങ്ങളുമായി മാർത്തോമ ന്യൂസ്. മലങ്കര മാർത്തോമ സുറിയാനി സഭയുടെ പരമാധ്യക്ഷൻ ഡോക്ടർ തിയഡോഷ്യസ് മാർത്തോമ മെത്രാപ്പോലീത്ത പുത്തൻകുരിശ് അരമനയിലെത്തി മലങ്കര യാക്കോബായ സുറിയാനി സഭയുടെ പരമാധ്യക്ഷനായി അഭിഷിക്തനായ ശ്രേഷ്ഠ ബസേലിയോസ് ജോസഫ് കാതോലിക്ക ബാവയ്ക്ക് പ്രാർത്ഥനാ ആശംസകൾ നേർന്നു. ശ്രേഷ്ഠ കാതോലിക്ക ബാവയും സഭാ ട്രസ്റ്റി തമ്പു ജോർജ് തുകലന്റെയും നേതൃത്വത്തിൽ സഭാ ഔദ്യോഗിക ഭാരവാഹികളും ചേർന്ന് മാർത്തോമ മെത്രാപ്പോലീത്തയെ പൂക്കൾ നൽകി ഊഷ്മളമായി വരവേറ്റു. സഭാ സെക്രട്ടറി റവറൻ എബി ടി മാമൻ, റവറൻ ബോബി ഫിലിപ്പ്, റവറൻ സാമുവൽ ടി വർഗീസ് എന്നിവർ ഒപ്പമുണ്ടായിരുന്നു. മലങ്കര മാർത്തോമ സുറിയാനി സഭയുടെ അധ്യക്ഷൻ ഡോക്ടർ തിയഡോഷ്യസ് മാർത്തോമ മെത്രാപ്പോലീത്തയ്ക്ക് തിരുവനന്തപുരം മുരിക്കുംപുഴ ശ്രീനാരായണ ഗുരുദേവ ദർശന പഠന കേന്ദ്രം നേതൃത്വത്തിൽ ആദരവ് ഒരുക്കുന്നു. ഞായറാഴ്ച വൈകുന്നേരം 4-ന് റോയൽ ഗ്രീൻ കൺവെൻഷൻ സെന്ററിൽ ചേരുന്ന സ്വീകരണ സമ്മേളനം ശിവഗിരി മഠം ജനറൽ സെക്രട്ടറി സ്വാമി ശുഭാകാനന്ദ ഉദ്ഘാടനം ചെയ്യും. 1984-85 കാലഘട്ടത്തിൽ 14 മാസം മുരിക്കുംപുഴയിൽ താമസിച്ച് ശ്രീനാരായണ ഗുരുദർശനം ഈഴവ സമുദായത്തിന്റെ സാമൂഹിക മതജീവിതത്തിൽ ഉണ്ടാക്കിയ പുരോഗതിയെപ്പറ്റി പഠനം നടത്തി ഡോക്ടറേറ്റ് സമ്പാദിക്കുകയും ശ്രീനാരായണ ഗുരു കേരളീയ സങ്കല്പത്തിന്റെ പ്രവാചക ആവിഷ്കാരം എന്ന പുസ്തകം പ്രസിദ്ധീകരിക്കുകയും ചെയ്തതിലൂടെയാണ് ഡോക്ടർ തിയഡോഷ്യസ് മാർത്തോമ മെത്രാപ്പോലീത്ത ശ്രീനാരായണ സമൂഹത്തിന്റെ ആദരവിന് അർഹനായത്. സമ്മേളനത്തിൽ പഠനകേന്ദ്രം പ്രസിഡന്റ് മുരിക്കുംപുഴ സി രാജേന്ദ്രൻ അധ്യക്ഷനായിരിക്കും. സാമൂഹിക സാംസ്കാരിക മത നേതാക്കൾ ആശംസകൾ നേരും. മലങ്കര യാക്കോബായ സുറിയാനി സഭയുടെ പരമാധ്യക്ഷനായി അഭിഷിക്തനായ ശ്രേഷ്ഠ ബസേലിയോസ് ജോസഫ് കാതോലിക്ക ബാവയ്ക്ക് പ്രാർത്ഥനാ ആശംസകൾ നേർന്ന് മലങ്കര മാർത്തോമ സുറിയാനി സഭ. ലെബനനിൽ നടന്ന അഭിഷേക ശുശ്രൂഷയ്ക്ക് ശേഷം കേരളത്തിലെത്തിയ ശ്രേഷ്ഠ ബാവയ്ക്ക് പുത്തൻകുരിശ് പാത്രിയർക്ക സെന്ററിൽ ഊഷ്മള സ്വീകരണം നൽകി. മാർത്തോമ സഭയെ പ്രതിനിധീകരിച്ച് കോട്ടയം കൊച്ചി ഭദ്രാസന അധ്യക്ഷൻ തോമസ് മാർ തിമോത്തിയോസ് എപ്പിസ്കോപ്പ, സഭാ സെക്രട്ടറി റവറൻ എബി ടി മാമൻ എന്നിവർ പങ്കെടുത്തു. കാലത്തിന്റെ ചുവരെഴുത്തുകൾ വായിച്ച് വെല്ലുവിളികൾ തിരിച്ചറിഞ്ഞ് സഭയിലും സമൂഹത്തിലും അർത്ഥവത്തായ ഇടയ ശുശ്രൂഷ നിർവഹിക്കാൻ ശ്രേഷ്ഠ ബാവ തിരുമേനിയെ ദൈവം ശക്തീകരിക്കട്ടെ എന്ന് അനുമോദന സമ്മേളനത്തിൽ പ്രസംഗിച്ച തോമസ് മാർ തിമോത്തിയോസ് എപ്പിസ്കോപ്പ ആശംസിച്ചു. മാർത്തോമ സഭ നോർത്ത് അമേരിക്കൻ ഭദ്രാസനത്തിലെ ഇടവക സന്ദർശനം പൂർത്തിയാക്കി ഡോക്ടർ തിയഡോഷ്യസ് മാർത്തോമ മെത്രാപ്പോലീത്ത പുലാത്തീനിൽ മടങ്ങിയെത്തി. ന്യൂയോർക്ക്, ഡാലസ്, ഹൂസ്റ്റൺ, ഡെട്രോയിറ്റ്, ചിക്കാഗോ, ടൊറന്റോ, കാനഡ, മിൽട്ടൺ തുടങ്ങിയ പള്ളികളിൽ ഒരുക്കിയ വിവിധ പരിപാടികൾക്ക് മെത്രാപ്പോലീത്ത നേതൃത്വം നൽകി. വിശ്വാസ സമൂഹവുമായി കൂടിക്കാഴ്ചയ്ക്കും സമയം വിനിയോഗിച്ചു. സംഗീത സന്ധ്യ, യുവജന സഖ്യം, യൂത്ത് ഫെലോഷിപ്പ്, സീനിയർ സിറ്റിസൺസ് ഫെലോഷിപ്പ്, ഇടവക ജൂബിലി ആഘോഷ സമ്മേളനങ്ങളിലും മെത്രാപ്പോലീത്ത മുഖ്യ അതിഥിയായി. 1 മാസത്തോളം നീണ്ട മെത്രാപ്പോലീത്തയുടെ സന്ദർശനം പ്രവാസികളായ വിശ്വാസ സമൂഹത്തിനും അഭിമാനകരവും ആഹ്ലാദകരവും ആയി. ഇടവക സന്ദർശനവും വിശ്വാസ സമൂഹവുമായുള്ള കൂടിക്കാഴ്ചയും ഏറെ അനുഗ്രഹീതമായിരുന്നുവെന്ന് പുലാത്തീനിലെത്തിയ മെത്രാപ്പോലീത്ത പറഞ്ഞു. മാർത്തോമ സുവിശേഷ പ്രസംഗ സംഘം ടിബറ്റൻ ബോർഡർ മിഷൻ ഗ്രാമജ്യോതി സ്കൂളിന് അഭിമാന നിമിഷം. ഗ്രാമജ്യോതി സ്കൂളിനായി നിർമ്മിച്ച പുതിയ കെട്ടിടവും സ്മാർട്ട് ക്ലാസ് റൂമും കിൻഡർ ഗാർട്ടനും സംഘം പ്രസിഡന്റ് ഡോക്ടർ ഐസക് മാർ ഫീലിക്സിനോസ് എപ്പിസ്കോപ്പ ഉദ്ഘാടനം ചെയ്തു. സംഘം ജനറൽ സെക്രട്ടറി റവറൻ എബി കെ ജോഷുവ, സംഘം കറസ്പോണ്ടന്റ് സെക്രട്ടറി പ്രൊഫസർ എബ്രഹാം പി മാത്യു, ട്രഷറർ ഡോക്ടർ എബി വാരിക്കാട്, സഞ്ചാര സെക്രട്ടറി റവറൻ ജിജി വർഗീസ്, സംഘം മാനേജിംഗ് കമ്മിറ്റി അംഗങ്ങളായ റവറൻ റൊണാൾഡ് രാജു, അനി കോശി, ജോർജ് കെ നൈനാൻ, തോമസ് കോശി, സുബി പള്ളിക്കൽ, ടിജു എം ജോർജ്, മിഷണറി റവറൻ ഷിജു ഉമ്മച്ചൻ, റവറൻ നിബിൻ കെ സാജു എന്നിവർ പ്രസംഗിച്ചു. 50 ലക്ഷത്തോളം രൂപ ചിലവിലാണ് മുൻസിയാരിയിലെ സ്കൂൾ കെട്ടിടങ്ങളുടെ നവീകരണം, 3 സ്മാർട്ട് ക്ലാസ് റൂമുകളുടെയും സയൻസ് ലാബിന്റെയും സജ്ജീകരണം ഉൾപ്പെടെ ജോലികൾ പൂർത്തിയാക്കിയത്. 1996 ആരംഭിച്ച സ്കൂളിൽ നഴ്സറി മുതൽ 10 വരെ 210 കുട്ടികൾ പഠിക്കുന്നു. മുൻസിയാരി മലയോര മേഖലയിലെ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന ജനസമൂഹത്തിന് വിദ്യ പകർന്നു നൽകുന്നതിൽ വലിയ നേതൃത്വമാണ് 3 പതിറ്റാണ്ടായി സ്കൂൾ നിർവഹിക്കുന്നത്.
1953 ടിബറ്റൻ പ്രദേശങ്ങൾ കേന്ദ്രീകരിച്ച് മാർത്തോമ സുവിശേഷ പ്രസംഗ സംഘം മിഷൻ പ്രവർത്തനങ്ങൾ ആരംഭിച്ചത്. ടിബറ്റൻ മിഷൻ പ്രദേശങ്ങളിലെ സന്ദർശനത്തിന്റെ ഭാഗമായി ഡൽഹിയിലെത്തിയ സുവിശേഷ പ്രസംഗ സംഘം പ്രസിഡന്റ് ഡോക്ടർ ഐസക് മാർ ഫീലിക്സിനോസ് എപ്പിസ്കോപ്പായെയും സംഘം ഭാരവാഹികളെയും മാനേജിംഗ് കമ്മിറ്റി അംഗങ്ങളെയും ഡൽഹി ഭദ്രാസന അധ്യക്ഷൻ സക്കറിയാസ് മാർ അപ്രേം എപ്പിസ്കോപ്പ, ബിഷപ്പ് സെക്രട്ടറി റവറൻ ഡാനിയൽ തോമസ് തുടങ്ങിയവർ ചേർന്ന് ഭദ്രാസന ആസ്ഥാനത്ത് സ്വീകരിച്ചു. മാർത്തോമ സുവിശേഷ പ്രസംഗ സംഘത്തിന്റെയും ചെന്നൈ ബാംഗ്ലൂർ ഭദ്രാസനത്തിന്റെയും സംയുക്താഭിമുഖ്യത്തിൽ മംഗലാപുരം കർണാടക തിയോളജിക്കൽ സെമിനാരിയിൽ സംഘടിപ്പിച്ച മിഷണറിമാരുടെയും സുവിശേഷകരുടെയും ത്രിദിന സമ്മേളനം സമാപിച്ചു. സംഘം പ്രസിഡന്റ് ഡോക്ടർ ഐസക് മാർ ഫീലിക്സിനോസ് എപ്പിസ്കോപ്പ സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. ജനറൽ സെക്രട്ടറി റവറൻ എബി കെ ജോഷുവ അധ്യക്ഷത വഹിച്ചു. സംഘം ട്രഷറർ ഡോക്ടർ എബി തോമസ് വാരിക്കാട്, സൗത്ത് റീജിയൻ മിഷൻ കോർഡിനേറ്റർ റവറൻ സാബു തോമസ്, മാനേജിംഗ് കമ്മിറ്റി അംഗം ഇവാഞ്ചലിസ്റ്റ് മാത്യു ജോൺ, കോൺഫറൻസ് കൺവീനർമാരായ റവറൻ ലിജോ ചാക്കോ, ഇവാഞ്ചലിസ്റ്റ് കെ സി വർഗീസ് തുടങ്ങിയവർ പ്രസംഗിച്ചു. ദൗത്യം ദൈവത്തിന്റെ ജീവദായക സ്നേഹത്തിന്റെ നിശ്വാസം എന്നതായിരുന്നു ചിന്താവിഷയം. ഹോണാവാർ മാർത്തോമ മിഷൻ കോൺഫറൻസിന് ആതിഥേയത്വം വഹിച്ചു. അടുത്ത കോൺഫറൻസിന് ഹോസ്കോഡ് മിഷൻ ആതിഥേയത്വം വഹിക്കും. അങ്ങാടിക്കൽ EALP സ്കൂൾ 127ാം വാർഷികം ആഘോഷിച്ചു. മുനിസിപ്പൽ ചെയർപേഴ്സൺ ശോഭ വർഗീസ് ഉദ്ഘാടനം ചെയ്തു. PTA പ്രസിഡന്റ് ജയൻ ശ്രീജിത്ത് അധ്യക്ഷനായി. ലോക്കൽ അഡ്വൈസറി കമ്മിറ്റി പ്രസിഡന്റും മാർത്തോമ സഭ വൈദിക ട്രസ്റ്റിയുമായ റവറൻ ഡേവിഡ് ഡാനിയൽ മുഖ്യ സന്ദേശം നൽകി. ഹെഡ് മിസ്ട്രസ് ജെസി പി ഐസക്, ലോക്കൽ അഡ്വൈസറി കമ്മിറ്റി അംഗങ്ങളായ ഡോക്ടർ ജോൺസൺ മലാക്കി, PI മാത്യു, BRC കോർഡിനേറ്റർ ആശ അരവിന്ദ്, ആഷ്ന അൻസാരി, അൻസു എന്നിവർ പ്രസംഗിച്ചു. സീനിയർ അസിസ്റ്റന്റ് സുജി റിപ്പോർട്ട് അവതരിപ്പിച്ചു. ഉപജില്ലാ ശാസ്ത്ര കലോത്സവത്തിലും വിവിധ മത്സരങ്ങളിലും സമ്മാനാർഹരായവർക്ക് സർട്ടിഫിക്കറ്റും മെമന്റോയും വിതരണം ചെയ്തു. കുട്ടികളുടെയും രക്ഷിതാക്കളുടെയും വിവിധ കലാപരിപാടികളും ഉണ്ടായിരുന്നു. മാർത്തോമ സന്നദ്ധ സുവിശേഷ സംഘം മുംബൈ ഭദ്രാസന നേതൃത്വത്തിൽ വിവിധ സെന്ററുകൾ കേന്ദ്രീകരിച്ച് നടത്തപ്പെടുന്ന 5ാം ഞായർ സംയുക്ത ആരാധനയും കൂട്ടായ്മ സമ്മേളനവും വസായി, കല്യാൺ ഈസ്റ്റ്, വാശി, സൂററ്റ്, ദേഹു റോഡ് ഇടവകകളിൽ നടന്നു. വിശുദ്ധ കുർബാനയ്ക്കും വചന ശുശ്രൂഷയ്ക്കും പട്ടക്കാരും ആത്മായരും വിവിധ ഇടവകകളിൽ നേതൃത്വം നൽകി. യുവജന സമ്മേളനവും പ്രൈസ് ആൻഡ് വേർഷിപ്പും കൂടിവരവ് കൂടുതൽ അനുഗ്രഹീതമാക്കി. മാർത്തോമ സൺഡേ സ്കൂൾ സമാജം ബിരുദ പരീക്ഷയ്ക്ക് യുവവകുപ്പിൽ ഉന്നത വിജയം നേടിയ കുമാരി അലീന സാറ വർഗീസ് മലാട്, അധ്യാപക പരീക്ഷയിൽ ഉന്നത വിജയം നേടിയ മെബിൻ ആൻ വർഗീസ് മലാട് എന്നിവരെ സമ്മേളനം ആദരിച്ചു. സെന്ററുകളിൽ നിന്നും സ്ഥലം മാറിപ്പോകുന്ന പട്ടക്കാർക്ക് യാത്രയയപ്പും നൽകി. മാർത്തോമ സഭ കൊക്കാത്തോട് മിഷന്റെയും കേരള കൗൺസിൽ ഓഫ് ചർച്ചസ് കോന്നി സോണിന്റെയും സംയുക്താഭിമുഖ്യത്തിൽ ലഹരി വിരുദ്ധ ക്യാമ്പയിനും ആരോഗ്യ ബോധവൽക്കരണ സെമിനാറും സംഘടിപ്പിച്ചു. മിഷണറി റവറൻ എൽവിൻ ചെറിയാൻ എബ്രഹാം അധ്യക്ഷത വഹിച്ചു. KCC സോൺ സെക്രട്ടറി മാത്യൂസൺ പി തോമസ് ഉദ്ഘാടനം ചെയ്തു. KCC കോന്നി അസംബ്ലി സെക്രട്ടറി അനീഷ് തോമസ്, വൈസ് പ്രസിഡന്റുമാരായ റവറൻ രാജീവ് ഡാനിയൽ, റവറൻ ഫാദർ സജു തോമസ്, കൺവീനർ ജോൺ മാത്യു ഊട്ടുപാറ, മഞ്ജു എസ്, സുവിശേഷകൻ അനീഷ് ഡാനിയൽ, ഷീജ മാത്യു, അഞ്ജലി എന്നിവർ പ്രസംഗിച്ചു. ജിൻസി കുഞ്ഞുമോൻ ബോധവൽക്കരണ സെമിനാറിന് നേതൃത്വം നൽകി. മാർത്തോമ നഴ്സറി ടീച്ചേഴ്സ് ട്രെയിനിംഗ് സ്കൂളിന്റെ വാർഷികാഘോഷം സംഘടിപ്പിച്ചു. സഭാ സെക്രട്ടറി റവറൻ എബി ടി മാമൻ മുഖ്യ സന്ദേശം നൽകി. സുവിശേഷ സേവ്യ സംഘം ജനറൽ സെക്രട്ടറിയും സ്കൂൾ മാനേജറുമായ റേച്ചൽ ജോർജ്, ഐഡ ചാം കുര്യൻ, ശാന്തി ജോർജ് എന്നിവർ പ്രസംഗിച്ചു. കളിയും കാര്യവുമായി കുഞ്ഞുങ്ങളുടെ ലോകം പിറന്നു. ഒരാഴ്ച നീളുന്ന അവധിക്കാല ബൈബിൾ സ്കൂളുകൾക്ക് ലോകമെങ്ങും ആരംഭമായി.
വിവിധ ദേവാലയങ്ങളിലും സ്ഥാപനങ്ങളിലും ഒത്തുകൂടിയ കുഞ്ഞുങ്ങൾ ആടിയും പാടിയും ബൈബിൾ കഥകൾ പഠിച്ചും യേശു എന്ന ജീവിത ശില്പിയെ കണ്ടെത്തുന്നു. മാർത്തോമ സൺഡേ സ്കൂൾ സമാജ നേതൃത്വത്തിൽ 600 കേന്ദ്രങ്ങളിലാണ് ഇക്കൊല്ലം VBS ഒരുക്കുന്നത്. വിദേശ ഇടവകളിലെ VBS നേരത്തെ ആരംഭിച്ചിരുന്നു. മിഷൻ ഫീൽഡുകളും VBSന് വേദിയാകുന്നു. മദ്യമയക്കുമരുന്ന് ആസക്തിക്കെതിരെ കുഞ്ഞുങ്ങളെ അണിനിരത്താനും പ്രതിജ്ഞ എടുപ്പിക്കാനും VBSൽ പ്രത്യേക ശ്രദ്ധയുണ്ടായി. യേശു ജീവിത ശില്പി എന്നതാണ് ചിന്താവിഷയം. ഏപ്രിൽ 1 മുതൽ 8 വരെയാണ് ആദ്യ റൗണ്ട്. 9 മുതൽ 16 വരെ രണ്ടാം റൗണ്ടും 21 മുതൽ 28 വരെ മൂന്നാം റൗണ്ടും വിവിധ ഇടവകകളിൽ സംഘടിപ്പിക്കും. അണ്ണാവട്ടം മാർത്തോമ പള്ളിയിലെ VBS മാർത്തോമ സൺഡേ സ്കൂൾ സമാജം ജനറൽ സെക്രട്ടറി റവറൻ സജേഷ് മാത്യൂസ് ഉദ്ഘാടനം ചെയ്തു. മാർത്തോമ സഭ ചെങ്ങന്നൂർ മാവേലിക്കര ഭദ്രാസനത്തിന്റെ ന്യൂ പാരിഷുകളിലെ കുടുംബങ്ങളെ സംഘടിപ്പിച്ച് നവദർശനം കുടുംബ സംഗമം നടത്തി. ഭദ്രാസന അധ്യക്ഷൻ ഡോക്ടർ യുയാക്കി മാർ കൂറിലോ സഫ്രഗൻ മെത്രാപ്പൊലിത്ത ഉദ്ഘാടനം ചെയ്തു. പാർശ്വവൽക്കരിക്കപ്പെട്ടവരെയും പിന്നോക്കാവസ്ഥയിലായിരുന്നവരെയും കരുതുകയും സ്നേഹിക്കുകയും സമൂഹത്തിന്റെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരികയും ചെയ്ത ക്രിസ്തു സ്നേഹത്തിന്റെ മാതൃക പകരപ്പെടണമെന്ന് ഉദ്ഘാടന പ്രസംഗത്തിൽ മാർ കൂറിലോ സഫ്രഗൻ മെത്രാപ്പൊലിത്ത പറഞ്ഞു. ചരിത്രകാരനും സംസ്ഥാന യുവജനക്ഷേമ അവാർഡ് ജേതാവുമായ ഡോക്ടർ വിനിൽ പോൾ മുഖ്യപ്രഭാഷണം നടത്തി. കേരളീയ സമൂഹത്തിൽ ജാതി കേന്ദ്രീകൃതമായ വ്യവസ്ഥിതിയാണ് ആധുനിക കാലത്തിലും തുടരുന്നതെന്ന് അദ്ദേഹം ചൂണ്ടിക്കാട്ടി. ദളിത് ക്രൈസ്തവർക്ക് അർഹമായ പരിഗണന സഭയും സർക്കാരുകളും നൽകേണ്ടതിന്റെ ആവശ്യകത ഡോക്ടർ വിനിൽ പോൾ മുഖ്യ സന്ദേശത്തിൽ പറഞ്ഞു. കുട്ടികൾക്കുള്ള ക്ലാസിന് ഡോക്ടർ അനിത ഐസക് നേതൃത്വം നൽകി. ഭദ്രാസന അധ്യക്ഷൻ റവറൻ സാംസൺ എം ജേക്കബ്, ഭദ്രാസന ട്രഷറർ ജോജി ചെറിയാൻ, കൺവീനർ സതീഷ് VK, TM സത്യൻ, മനോജ് മാത്യു, സൂസൻ സാമുവൽ, രാജു ജോസഫ്, മിനി മാത്യു എന്നിവർ പ്രസംഗിച്ചു. 11 പള്ളികളിൽ നിന്നായി 200-ലധികം വിശ്വാസികൾ പങ്കെടുത്തു. കലാപരിപാടികളും അരങ്ങേറി. മാർത്തോമ സന്നദ്ധ സുവിശേഷ സംഘം, മാർത്തോമ സുവിശേഷ സേവിക സംഘം സംയുക്ത സമ്മേളനം ഭോപ്പാലിൽ നടന്നു. ഭോപ്പാൽ സെന്റ് പീറ്റേഴ്സ് മാർത്തോമ പള്ളിയിൽ നടന്ന സമ്മേളനത്തിൽ വിവിധ ഇടവകകളിൽ നിന്നായി 450ഓളം ആളുകൾ പങ്കെടുത്തു. 9 ഇടവകകളിൽ നിന്നും 2 മിഷൻ സെന്ററുകളിൽ നിന്നുമായി നിരവധി വൈദികരും പങ്കെടുത്തു. റവറൻ ജോൺ P. ജോയ്, റവറൻ ടോംസ് നൈനാൻ, റവറൻ മാത്യു T. നൈനാൻ, റവറൻ KC സന്തോഷ്, റവറൻ സുനു എന്നിവർ നേതൃത്വം നൽകി. കൂടുതൽ സഭാവിശേഷങ്ങളുമായി അടുത്തയാഴ്ച വീണ്ടും കാണാം മാർത്തോമ വിഷനിലൂടെ. ശാലോം.